പ്രജിൻ ഈ ഘട്ടത്തിൽ ഒമാനെ കൂടി ആക്രമിക്കുക വഴി ഇനി ഒന്നും നോക്കാനില്ല എന്നുള്ളൊരു സന്ദേശമാണ് സത്യത്തിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഒമാനെ പിന്തുണയുമായി ഇറാനെ പിന്തുണയുമായി എപ്പോഴും ഉണ്ടായിരുന്ന രാഷ്ട്രമാണ് ഒമാൻ. എന്നാൽ ഒമാനിലേക്ക് കൂടി ഇന്നലെ മാറ്റി നിർത്തപ്പെട്ട ഒമാനെ ഇന്ന് ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി തങ്ങൾക്കൊന്നും നോക്കാനില്ല എന്നുള്ള നിലപാട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇറാൻ. അത് എത്രത്തോളം അത് ഗൾഫ് മേഖലയെ ആശങ്കയിലാക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇതുവരെയും ഇറാനെ തള്ളി പറയുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുമുള്ള സൈനിക നീക്കം ഇറാനെതിരെ ഉണ്ടാകുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും ഒടുവിലായിട്ടും പുറത്തു വന്നത് UAE പ്രസിഡന്റിന്റെ അഡ്വൈസർ ആയിട്ടുള്ള അൻവർ ഗർഗാഷിന്റെ കുറച്ച് പ്രസ്താവനകളാണ്. അദ്ദേഹം ഇന്നൊരു മാധ്യമത്തിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന മിലിറ്ററി സൊല്യൂഷൻ അല്ല വേണ്ടത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നടപടിയിലേക്ക് കടന്നുകൊണ്ടൊരു പരിഹാരം കാണുകയല്ല വേണ്ടത്, മറിച്ചൊരു രാഷ്ട്രീയ പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. ആ രാഷ്ട്രീയ പരിഹാരം ഉദ്ദേശിക്കുമ്പോൾ അത് ചർച്ചകൾ ഊന്നിക്കൊണ്ട് തന്നെ ഈ സംഘർഷം ഇല്ലാതാക്കാൻ, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒപ്പം തന്നെ യുദ്ധം തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ്. അതിൽ UAE എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് അൻവർ ഗർഗാഷിന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ ഒരു സാഹചര്യം തങ്ങൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് എന്ന് UAE പറയുന്നുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ വെച്ചിരുന്നു. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളൊക്കെയും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അപ്രതീക്ഷിതമായി തങ്ങൾക്കുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു സാഹചര്യം നേരിടേണ്ടി വന്നതോ ഒന്നുമല്ല എന്ന് UAE പറഞ്ഞു വെക്കുന്നു. അതായത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്, അത്ര പെട്ടെന്ന് ഒരു ഇടപെടൽ അത് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സമവായം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ UAEയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഈ സമയത്ത് അത് വിലയിരുത്തപ്പെടുന്നത്. ഇനി മറിച്ച് ആക്രമണം കടുത്താൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ അതിലേക്ക് ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് UAE നടത്തും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ അൻവർ ഗർഗാഷ് പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ ഇപ്പോൾ പലതരത്തിൽ തങ്ങൾ ഇത് യുദ്ധം ഒഴിവാക്കാനായി ശ്രമിച്ചു, നയതന്ത്രപരമായ പല ഇടപെടലും നടത്താൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഈ സാഹചര്യം മുൻകൂട്ടി പ്രതീക്ഷിച്ചതാണ്.